ഈ മാനിഫെസ്റ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഇതിലൊക്കെ വിശ്വസിക്കുന്നത് ഇപ്പൊ അതെ, ഉള്ള അതെ, കോൺവെർസേഷൻസ് എന്ന് എനിക്ക് അതെ. മനസ്സിലായി. അപ്പോൾ അത് എങ്ങനെയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒരു സ്പിരിച്വൽ ഇതാണോ, അതോ ഈ ദൈവവിശ്വാസത്തിന്റെ കൂടെ തന്നെ? ദൈവവിശ്വാസത്തിന് കൂടെ തന്നെ വന്നതായിരിക്കും. പണ്ടേ മുതലേ നമ്മൾ അമ്പലം, വഴിപാട്, വ്രതം, ചൊവ്വാഴ്ച ഇതൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം അമ്മ കർക്കിടകം ആയ, നവരാത്രി ആയാൽ, ദീപാവലി ആയാൽ എൻ്റെ അനിയൻ ചോദിക്കും, ഈ വീട്ടിൽ നോൺ വെജ് ചെയ്യുന്ന ഒരു ദിവസമുണ്ടോ? എന്നും നിങ്ങൾക്ക് ചൊവ്വാവ്രതം, തിങ്കളവ്രതം, ശനിവ്രതം, പിന്നെ നവരാത്രി, കർക്കിടക മാസം വന്ന പിന്നെ ഫുൾ രാമായണ വായനയായി. അത് കഴിയുമ്പോഴേക്കും ശബരിമല പോകേണ്ട സമയം, അതും 41 ദിവസം. അപ്പൊ ശരിക്കും ഞങ്ങൾ നോൺ വെജ് വീട്ടിൽ വയ്ക്കുന്നൊക്കെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ അന്ന് മുതൽ നമ്മള് ദൈവം, അമ്പലം അങ്ങനെ ശീലിച്ചു, വിശ്വസിച്ച് വിശ്വസിച്ചു. എന്തെങ്കിലും വരുമ്പോൾ അമ്പലത്തിൽ പോവുക, അതൊക്കെ ഉണ്ടായിരുന്നു. ആകെ ഒരു മാറ്റം വന്നത്, പണ്ടാ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ കുറേ പ്രാരാബ്ധം ലിസ്റ്റുകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് നന്ദി ശരിയായില്ല, പറയും. അത് ശരിയായില്ല, ഇത് ശരിയായി, മഹാദേവൻ നീ എന്നാലും എന്നോട് അങ്ങനെ ചെയ്തൊരു ദുഷ്ടാ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൂജാമുറി കയറി ഫോട്ടോ എടുത്ത് എറിയുക, അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ച് നാളുകളായിട്ട്, ഇപ്പൊന്ന് വെച്ചാൽ ഇപ്പോഴല്ല, കുറച്ച് നാളുകളായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയാൽ നന്ദി പറയാൻ താങ്ക് യു അല്ലെങ്കിൽ നന്ദി, നന്ദി മഹാദേവ, ഇത്രയൊക്കെ എത്തിച്ചല്ലോ, സന്തോഷം. അത് മാത്രമല്ല, ലിസ്റ്റുകൾ കുറഞ്ഞു. ലിസ്റ്റുകളുടെ മീൻസ് എൻ്റെ ആവശ്യങ്ങൾ കുറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇങ്ങനെ പ്രാരാബ്ധം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കിയപ്പോഴാണ്, നന്ദി എന്നുള്ള വേർഡിൻ്റെ വാല്യൂ മനസ്സിലാക്കിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഷോട്ട് നല്ലതാണ്, നല്ല ഷോട്ടാണെന്ന് പറയുമ്പോഴും നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാനുള്ളൊരു ഇത്, അല്ലെങ്കിൽ ഒരു ഷോട്ടിന് മുമ്പ് പോകണമെങ്കിലും ആ ഒരു സാധനം. അപ്പൊ അങ്ങനത്തെ അതിലേക്ക് അങ്ങനെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ചുമ്മാ യൂട്യൂബിൽ നോക്കുമ്പോഴാണ് ഈ മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ എൻ്റെ അഫർമേഷൻസ് ഒക്കെ, പിന്നെ അങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴും അത് ഫോളോ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തന്നെ ഒരു സന്തോഷം, സമാധാനം, ഒരു ഫ്ലോ നന്നായി പോകുന്ന പോലെ, എല്ലാം നമുക്ക് അലൈൻ ചെയ്ത് വരുന്ന പോലെ ഒരു തോന്നൽ. അതിനനുസരിച്ച് നമ്മളെ ഫ്രീക്വൻസി അതെ. അപ്പൊ അത് ദൈവം എന്ന് വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, മറ്റുള്ളവർക്ക് വേറെ എന്തെങ്കിലും വിശ്വസിക്കാം. അപ്പൊ അത് ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്താണെങ്കിലൊക്കെ ആ ഒരു ഒരാഴ്ച വെജിറ്റേറിയൻ ആവുക, വ്രതം നോക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ശയനപ്രദക്ഷിണം ഇല്ല, അത് ആണുങ്ങൾക്കാണല്ലോ പറ്റുള്ളൂ. മറ്റേ അടിപ്രദക്ഷിണം, ഇതൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇതിലായിരിക്കാം മേ ബി എൻ്റെ വിവാദം, ഭർത്താവിന് കാല് പിടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമായി. പക്ഷെ ഇതൊന്നും നമ്മള് വേണം വെച്ച് ചെയ്യുന്നില്ല. എനിക്കിപ്പോ അയാളുടെ കാല് പിടിക്കണം എന്ന് നിർബന്ധം അങ്ങനെയല്ല. പക്ഷെ അത് എൻ്റെ ഉള്ളിലുള്ളൊരു ഒരു ബിലീവാണത്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലതാകും എന്നുള്ളത് എനിക്കൊരു തോന്നൽ. അത് ആളുകൾ ചെയ്യണം. ഷിബിലയോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷിബില ചെയ്യൂല. വേറെ ആളോട് ഞാൻ പറഞ്ഞാൽ അവരും എതിർക്കും. എനിക്കിത് ആരോടും നിർബന്ധം ചെയ്യിപ്പിക്കണമെന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളില് നമ്മൾ ബിഗ് ബ്രേക്ക് സമയത്തെ മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്, എനിക്ക് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, താലി ഇങ്ങനെ, സിന്ദൂരം ഇങ്ങനെ ഇടണം. ഇപ്പൊ സിന്ദൂരൊന്നും ഇടാൻ പറ്റുന്നില്ല ക്രിസ്ത്യൻ ആയതുകൊണ്ട്, എന്നാലും ഞാൻ ഇടയ്ക്ക് ഇടും. അപ്പൊ അത് അന്ന് മുതലുള്ള മേ ബി എൻ്റെ ആ പ്രായത്തിന്റെ ഒരു ഫാന്റസി ആയിരുന്നിരിക്കാം. പിന്നീട് അത് വളർന്ന് എനിക്കതൊരു ഇഷ്ടമായി. പിന്നെ അത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി, അത് ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. എന്താ പറയാ, താലിയിടുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്കത് എന്നെ ഒരു സന്തോഷത്തിന്റെ ഒരു ഫേസിലേക്ക് എത്തിക്കാൻ എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അപ്പൊ ഈ കാല് പിടിക്കുന്ന കൾച്ചർ നമ്മുടെ ഇവിടെ കുറവാണ്. ഇപ്പോ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ തമിഴിലുണ്ട്. ഇപ്പൊ റീസെന്റ് ഭയങ്കര വൈറലായ വീഡിയോ ആണ് അജിത്തിന്റെ കാല് ശാലിനി പിടിക്കുന്നത്, രജനീകാന്തിന്റെ കാല് അദ്ദേഹത്തിന്റെ വൈഫ് പിടിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ അത് പറയുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് മലയാളികൾസ്, എനിക്ക് ഭയങ്കരമായിട്ട് കൾച്ചർ എന്ന് അവര് ഭയങ്കര വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം കാണുമ്പോഴും കുലസ്ത്രീ എന്നുള്ളൊരു ടാഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആണുങ്ങൾ ചെയ്തു, കാല് തിരിച്ച് പിടിച്ചില്ല എന്ന് വെച്ചാൽ അതൊരു തെറ്റല്ല. പിടിച്ചാലും സന്തോഷം, പിടിച്ചില്ലെങ്കിലും നമ്മൾ പിടിക്കുന്നത് അവരെ അടിമയായതുകൊണ്ടും അല്ല. അതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക്, നമ്മൾ ഓരോരോ ഇഷ്ടങ്ങളായിട്ട് മാത്രം അതിനെ കാണാൻ പാടുള്ളൂ. അത് ഒരാളുടെ ഉയർച്ച, അയാൾ നമ്മളെക്കാളും വലുത്, അങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രഷർ ആവുന്നത്. ഞാനിതൊന്നും ആലോചിച്ചിട്ടല്ല, എനിക്കിതൊരു ഇഷ്ടം വന്നു, അത് ഞാൻ ചെയ്തു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ.